എല്ലാവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച നമ്മൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാനിൽ കാലുവെച്ചപ്പോൾ യോർദാൻ്റെ ഒഴുക്ക് നിന്നു. അതുപോലെ ഈ ആഴ്ചയിൽ ദൈവ സാന്നിധ്യം ചുമന്നുകൊണ്ട് നമ്മൾ പ്രതികൂലങ്ങളുടെ മേൽ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. മോശ വടി നീട്ടിയതുപോലെ നാം പ്രശ്നങ്ങളുടെ നേരെ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇരിഹോ കോട്ടയുടെ മുമ്പിൽ ആർപ്പിട്ടതുപോലെ പ്രശ്നങ്ങളുടെ ഒത്ത നടുവിൽ ദൈവ സാന്നിധ്യമുള്ള നാം ഒരുമിച്ച് ആർപ്പിടാൻ പോവുകയാണ്. ഈ ആഴ്ച അത്ഭുതത്തിൻ്റെ ആഴ്ചയാകണമോ വേണ്ടയെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ദൈവമല്ല, നമ്മളാ. ഈ ആഴ്ച പ്രശ്നങ്ങളുടെ ആഴ്ച ആകണമെന്ന് തീരുമാനിക്കുന്നത് പിശാചല്ല, നമ്മളാണ്. കാരണം മരണവും ജീവനും നമ്മുടെ നാവിലാണ്. ഈ ആഴ്ച വേണമെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടാം. ഈ ആഴ്ച വേണമെങ്കിൽ നമുക്ക് ശാപത്തിലേക്കും വേദനയിലേക്കും പോകാം. നമ്മളാ തീരുമാനിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു തെറ്റായ ചിന്തയുണ്ട്. കണ്ണുനീര്, കരച്ചില് ഒരു ബലഹീനമായ ഒരു കാര്യമാണെന്ന്. ബലഹീനമായ വ്യക്തികളാണ്, നീ എന്നെ കഴുത പോലെ കരയില്ലേ, എപ്പോൾ നോക്കിയാലും ഒരു കരച്ചിൽ. അങ്ങനെ മുതല കണ്ണുനീർ. മുതല എങ്ങനെയാണ് കരയുന്നത്? വെള്ളത്തിൽ കിടക്കുന്ന മുതല കരയുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരും പറയും കഴുതയെ പോലെ, മുതല കണ്ണുനീര്. ഇങ്ങനെ ഓരോ ജീവികളുടെ പേര് പറഞ്ഞ് കരയുന്നവരെ പോലും ഞാൻ നിങ്ങൾ ഒരുപക്ഷെ കളിയാക്കാം. എന്നാൽ കരച്ചിലൊരു ബലഹീനമാണോ? വാസ്തവത്തിൽ കരച്ചിൽ അത്രയും കുറഞ്ഞ കാര്യമല്ല. യേശു ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചെന്ന്. കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്ക് യേശു കണ്ണുനീർ വാർത്തു. ഇംഗ്ലീഷിൽ ജീസസ് വെപ്റ്റ്. ഏറ്റവും ചെറിയ വാക്ക് യേശു കണ്ണുനീർ വാർത്തു. അപ്പോൾ കരച്ചിൽ, നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ചത് നമ്മുടെ കരച്ചിലാണ്. പിന്നീടാണ് നമ്മൾ ചിരിച്ചത്. നമ്മൾ കരച്ചിൽ അത്ര മോശമായ കാര്യമല്ല. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ വിതച്ച് നമുക്ക് ആർപ്പോടെ കൊയ്യാൻ കഴിയും. ഈ ആഴ്ച ദൈവസന്നിധിയിൽ കരയെ, എന്നിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ചിരിക്ക്. നാം ദൈവത്തിൻ്റെ മുമ്പിൽ കരയാൻ തുടങ്ങുമ്പോൾ ലോകം നമ്മുടെ മുമ്പിൽ കരയും. ദൈവസന്നിധിയിൽ കരയുന്ന ശമൂവേലിന്റെ അടുക്കൽ വന്ന് ജനങ്ങൾ കരഞ്ഞു. ദൈവസന്നിധിയിൽ കരയുന്ന മോശയുടെ മുൻപിൽ ജനങ്ങൾ ഓടിക്കൂടി വന്നിട്ട് കരഞ്ഞു. യേശു കർത്താവിന്റെ മുൻപിൽ കണ്ണുനീരോടെ ഒത്തിരി പേര് വന്നു നിന്നു. കാരണം പിതാവിന്റെ മുമ്പിൽ കരയുന്ന പുത്രൻ. അപ്പോസ്തലന്മാരുടെ മുൻപിൽ കണ്ണുനീരോടെ ജനങ്ങൾ വന്ന് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. കാരണം അവർ ദൈവസന്നിധിയിൽ കരയുന്നവരായിരുന്നു. നാം ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ലോകം നമ്മുടെ മുൻപിൽ കരയും എന്ന സത്യം നമ്മൾ അറിയണം. പ്രാർത്ഥന അത്രയും ശക്തിയുള്ളതാണ്. പൗലോസ് രാപ്പകൽ കരയുന്നവനായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ, അത് പൗലോസ് പറയുന്നു, പ്രസവ വേദനപ്പെട്ടു എന്ന്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകാൻ ഞാൻ കരഞ്ഞു. നിങ്ങൾക്ക് എൻകൗണ്ടർ ഉണ്ടാകാൻ ഞാൻ കരഞ്ഞു. നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ അനുഭവം ഉണ്ടാകാൻ ഞാൻ കരഞ്ഞു. ആ ഒരു കണ്ണുനീർ ഉള്ളവർ സഭയിൽ അത്ഭുതമാകും. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. റോമാലേഖനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. 8-ാം അധ്യായം 35-ാം വാക്യമാണല്ലോ വായിച്ചത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഈ പറയുന്ന കഷ്ടതകൾ നമ്മെ കർത്താവിൽ നിന്ന് വേർതിരിക്കാൻ പിശാച് കൊണ്ടുവരുന്ന ഓരോ പ്രശ്നങ്ങളാണ്. എന്നാൽ അതിനെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നു, 36, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ അറുക്കാനും മുടിക്കാനും കൊല്ലാനും പിശാച് തൻ്റെ പടവാളെടുക്കും. കഷ്ടത,
ആപത്ത് എല്ലാമായിട്ട് വരും. എന്നാൽ തിരിച്ചറിയണം, ഇതൊന്നും നമ്മെ തോൽപ്പിക്കാനുള്ളതല്ല. ഇതെല്ലാം നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ളതാണ്. നമുക്ക് യേശു ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ വരുന്നതെല്ലാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ്. യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് വരുന്നതെല്ലാം നന്മയ്ക്കാണ്. യേശുവിനെ സേവിക്കാത്തവർക്ക് വരുന്നത് എന്തായിത്തീരുമെന്ന് ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് വരുന്നതെല്ലാം നന്മയ്ക്കാണ്. ഇതൊരു ഭയങ്കര ധൈര്യമാണ്. എല്ലാം നന്മയ്ക്കാണ്. യോബ് അത് എടുത്തു പറഞ്ഞു. ദൈവം തന്നു, ദൈവം എടുത്തു. അവന് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൻ വീണ് ദൈവത്തെ ആരാധിച്ചു എന്ന്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ സ്തോത്രം പറയണം, കൂടുതൽ ദൈവത്തെ ആരാധിക്കണം. കാരണം ദൈവം ദോഷം ചെയ്യില്ല. ദോഷം ചെയ്യാൻ അവൻ മനുഷ്യനല്ല. അവൻ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വെയിലും മഴയും അയക്കുന്ന നല്ല സ്വർഗസ്ഥനായ പിതാവ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയും അധികം. അപ്പോൾ ഏറ്റവും അധികം തരുന്നവൻ, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുന്നവൻ, തന്നോട് രാപ്പകൽ നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തുന്നവൻ. കർത്താവ് അത്ര നല്ലവനാണ്. അതുകൊണ്ട് നമുക്ക് തോറ്റുപോകാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് വരുന്ന പ്രതികൂലം മുഴുവനും, ഇനി ആരും മെക്കിട്ട് കയറിയില്ല, കടം വന്നു, രോഗം വന്നു, ജപ്തി വന്നു, അതും നമുക്ക് നന്മയ്ക്കാകും. എല്ലാം നന്മയ്ക്കായിട്ട് മാറും. അടുത്ത വാക്യത്തിൽ പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു എന്നല്ല, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നു, നാം ജയാളികളെക്കാൾ ജയാളികളായിരിക്കും. ഈ വിഷയത്തിലൊക്കെ ജയിക്കുക മാത്രമല്ല, നമ്മൾ അനുഗ്രഹത്തോടുകൂടി ജയിച്ചു പുറത്തു വരും. ഈ വിഷയത്തിലൊക്കെ 100-ൽ 100 മാർക്കോടെ പാസ്സായി പുറത്തു വരും. ആരും തോറ്റുപോകില്ല. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാൾക്കും പരാജയപ്പെടാൻ കഴിയില്ല. എന്നിട്ട് പൗലോസ് എടുത്തു പറയുന്നൊരു വാക്കുകൂടി ചേർത്ത് പറയട്ടെ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒന്നിനും കഴിയില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ പറ്റിയ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോകുന്നു എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പിന്മാറിപ്പോകുന്നതാണ്. അത് പ്രശ്നങ്ങൾ വന്നിട്ട് പിന്മാറിയതൊന്നുമല്ല. അവർക്ക് ഈ ലോകത്തിൻ്റെ താൽക്കാലിക സന്തോഷം വേണം, പ്ലഷർ എന്ന് പറയും. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. പോകാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടേ. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് ആകെ പ്രതികൂലമാണ്. ഇതൊന്നുമല്ല. ഇവർക്കേതോ തെറ്റായ ബന്ധങ്ങളുണ്ട്. ഇവർക്കെന്തോ താൽക്കാലിക സുഖങ്ങൾ വിടാൻ മനസ്സില്ല. അപ്പോൾ ഈ താൽക്കാലിക സുഖങ്ങളിലും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ഡോപാമിൻ പോലെയുള്ള. എന്നാൽ നിലനിൽക്കുന്ന സന്തോഷങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്തോഷത്തിൻ്റെ ഹോർമോൺ പോലെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്പോർട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡോപാമിനുണ്ട്, എക്സർസൈസിലൂടെ കിട്ടുന്നതുണ്ട്, നല്ല മനുഷ്യരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹോർമോണുകളുണ്ട്. അതെല്ലാം അതിൻ്റെ അളവ് കുറവാണ്. മദ്യവും മയക്കുമരുന്നിൽ നിന്നൊക്കെ കുറേശ്ശെ കിട്ടുന്നുണ്ട്. അതിലകത്ത് അതെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ബലപ്പെടുത്തുമ്പോൾ,
കർത്താവിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ജയിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഹോർമോണുകൾ അത് വളരെയധികം അളവാണ്. ഈ ഡോപ്പാമിൻ്റെ അളവ് വളരെ കൂടും. അതുപോലെയുള്ള പല സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മിൽ വർദ്ധിക്കും. അതുകൊണ്ട് താൽക്കാലികമായി അല്പം ശതമാന ഹോർമോണുകൾ കിട്ടുന്ന ചെറിയ സുഖത്തിലോട്ട് പോണോ, നിലനിൽക്കുന്ന വളരെ അളവുള്ള സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കഠിനമായ ശോധനകളിലൂടെ പോകണമോ? എന്തുകൊണ്ട് പൗലോസ് ശീലാസും ജയിലിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും ആരാധിച്ചു? അവർക്ക് ഈ സത്യം അറിയാം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങൾക്ക് നന്മ കൊണ്ടുവരികയുള്ളൂ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ പൂർത്തിയാക്കാം. എന്തുകൊണ്ടാണ്? അത് വലിയ ത്യാഗമാണോ? പൗലോസ് വലിയ ത്യാഗിയൊന്നുമല്ല. പൗലോസിന് ഈ സത്യം അറിയാം. എന്ത്? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അല്ലാതെ ഭയങ്കര കഷ്ടമാണ്, ഞാൻ കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്, ചുമ്മാതാ. കഷ്ടങ്ങളിലൂടെ വരുന്ന അനുഗ്രഹങ്ങളുണ്ട്, ആനന്ദമുണ്ട്. കഷ്ടങ്ങൾ ഒരിക്കലും ഒരു പരാജയമല്ല. കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് അതിന് പ്രതിഫലമുണ്ട്, നിത്യതയിൽ പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിൽ 100 മടങ്ങ് അനുഗ്രഹമാണ്. എൻ്റെ നാമനിമിത്തം അപ്പനോ അമ്മയോ വീടോ ധനമോ എന്തു പോയാലും ഈ ഭൂമിയിൽ 100 മടങ്ങ്, വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ. അപ്പോൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ മണ്ടന്മാരാണോ? കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുകയാണോ? അല്ല, കർത്താവിന് വേണ്ടിയൊന്നുമല്ല കഷ്ടം സഹിക്കുന്നത്, നമ്മുടെ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. അയ്യോ, കർത്താവിന് വേണ്ടി. എന്തു കർത്താവിന് വേണ്ടി? കർത്താവിന് വേണ്ടി ആരും ഒരു കഷ്ടവും സഹിക്കുന്നില്ല. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കഷ്ടം സഹിക്കുന്നത്. പഠിക്കുന്ന പിള്ളേർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിള്ളേരുടെ വിചാരം മാതാപിതാക്കൾക്ക് വേണ്ടി എന്തോ കഷ്ടപ്പെട്ട് പഠിക്കുക. ഞാൻ പഠിച്ചു വലുതായിട്ട് വേണം എൻ്റെ അപ്പനെ അമ്മേ. എടാ, നീ നിനക്ക് വേണ്ടി തന്നെയാണ് കഷ്ടപ്പെട്ട് ഉറക്കളിച്ച് പഠിച്ച് പാസ്സാകുന്നത്. അപ്പനമ്മ എത്ര നാളുണ്ട്? കുറച്ച് നാളേ ഉള്ളു. പറയുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് വലുതായിട്ട് വേണം, എഞ്ചിനീയറായിട്ട് വേണം. അവർക്ക് കുറച്ച് നാരങ്ങ നീര് കുടിക്കാൻ. ചുമ്മാതാ. അവർ കുറച്ചാളും കൂടിയൊക്കെ ഉള്ളു. നീയാണ് ഇതുകൊണ്ടൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കണം. നിൻ്റെ തലമുറയാണ്, നിൻ്റെ പഠനം. അപ്പോൾ നാം കഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായി കഷ്ടം സഹിച്ചു. ഇനിയുള്ള കഷ്ടസഹിക്കലെല്ലാം നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വരുന്ന ഒരു കഷ്ടവും നമുക്ക് പരാജയമല്ല. അത് നമ്മെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്, നമ്മെ അനുഭവ സമ്പത്തുള്ളവരാക്കും, നമ്മളെ സ്ട്രോങ് ബിലീവേഴ്സ് ആക്കി മാറ്റും. അപ്പോസ്തലന്മാർ, അപ്പോസ്തലന്റെ ലക്ഷണം പൂർണ്ണ സഹിഷ്ണുതയെന്ന്. ഒന്നാമത്തേത് സഹിഷ്ണുത, കഷ്ടങ്ങൾ സഹിക്കാൻ. അത് അപ്പോസ്തലന്റെ ഒന്നാമത്തെ ലക്ഷണം. ഒരാൾ അപ്പോസ്തലനാകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായൊരു പദവിയാണ്. അത് ഏറ്റവും വലിയ പദവിയാണ് ദൈവരാജ്യത്തിൽ. ആ വ്യക്തി കഷ്ടങ്ങളെ ഓവർകം ചെയ്ത വ്യക്തിയാണ്. അപ്പം കഷ്ടം സഹിച്ചവരൊന്നും കുറഞ്ഞു പോകില്ല, അവരൊക്കെ ശക്തന്മാരാണ്. പൗലോസ് കൂടുതൽ കഷ്ടം സഹിച്ചെന്നു. എന്നിട്ട് എന്താ? ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി മാറി. അതാണ് പൗലോസിന് പറയാനുള്ളത്. കഷ്ടം സഹിച്ചെന്ന് കരുതി പൗലോസിനെ സ്വർഗത്തിൽ മാത്രമല്ല പ്രതിഫലം, ഈ ഭൂമിയിൽ അസാധാരണ വ്യക്തിയായിട്ട് മാറി. അത്ഭുതങ്ങളും അടയാളങ്ങളും. തൻ്റെ തൂവാല കൊണ്ടുപോയി ഇട്ടടുത്ത് ഭൂതങ്ങൾ വിട്ടുപോയി മുടന്തന്മാർ ചാടി എഴുന്നേറ്റു. അത്രയും പത്രോസിനേക്കാൾ യോഹന്നാനേക്കാളൊക്കെ യേശുവിൻ്റെ കൂടെ അക്ഷരാർത്ഥത്തിൽ നടന്നവരേക്കാൾ പൗലോസ് ശക്തനായി. എന്താ? കഷ്ടത കൊണ്ട് താൻ തനിക്ക് തന്നെ നേട്ടങ്ങളുണ്ടാക്കി. അതുകൊണ്ട് കഷ്ടത പറഞ്ഞൊന്നും കർത്താവിനെ ആരും പേടിപ്പിക്കേണ്ട. ആര് കഷ്ടം സഹിച്ചാലും സഹിച്ചാൽ കൂടെ വാഴും, അത്രയേ ഉള്ളൂ. സഹിക്കുന്നവരെല്ലാം വാഴും. ഈ ഒരു സത്യം അറിഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ കഷ്ടങ്ങളെയും ഓവർകം ചെയ്യാൻ പൗലോസിനെ പോലെ ഞാൻ ഉറച്ചിരിക്കുന്നു,
എന്നെ ഒന്നിൽ നിന്ന് എന്നെ ആരും വേർപിരിക്കില്ല. ഈ ഉറപ്പിൽ നമുക്ക് ജീവിക്കാം. റോമാലേഖനം 8-ാം അധ്യായം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ദിവസമായി നമ്മളതിലൂടെ പോകുന്നു. ഇന്ന് എല്ലാ വാക്യം കൂടി ചേർത്ത് പറഞ്ഞാലേ അതിനൊരു ഭംഗി വരൂ. അതുകൊണ്ട് അങ്ങനെ ചേർത്ത് പറഞ്ഞു. നാളെ നമുക്ക് 9-ാം അധ്യായത്തിൽ തുടങ്ങാം. 16 അധ്യായമുണ്ടല്ലോ. ഓരോ വാക്യങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ ഈ റോമാലേഖനം ഒത്തിരി പേർക്ക് പരിചയപ്പെടുത്തണം. അവർ കേട്ട് ബലപ്പെടട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാൾ
ആശ്വസിപ്പാൻ ഒരു സംഖ്യ